ജീവിതം മുന്നോട്ടാണ് പോകേണ്ടത് എന്നുള്ള തിരിച്ചറിവാണ് ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ നമ്മെ എല്ലാവരെയും സഹായിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റ ഇറക്കങ്ങളും താളപ്പിഴകളും കുറവുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഇതിനെല്ലാം അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. ഇതും കടന്നു പോകും എന്നുള്ളൊരു വലിയ ചിന്തയാണ് അതിജീവനത്തിനായിട്ട് നമ്മെ എല്ലാവരെയും സഹായിക്കുന്നത്. കടന്നു പോകാത്തതായിട്ട് ഒന്നുമില്ല. ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ വഴി മുട്ടി അല്ലെങ്കിൽ തീർന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ അവിടെയും നമ്മെ പിടിച്ചു നിർത്തുന്നത് ഇതും കടന്നു പോകുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സന്നിഗ്ധ അവസ്ഥകളിലൂടെ കടന്നു പോകാത്തവരായിട്ട് ആരുമില്ല. ദുഃഖത്തിൻ്റെ, വേർപാടിൻ്റെ, സങ്കടത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ദാരിദ്ര്യത്തിൻ്റെ, അശാന്തിയുടെ, അസ്വസ്ഥതയുടെ, പരാജയങ്ങളുടെ, ബാധ്യതകളുടെ അങ്ങനെ അങ്ങ് പോകുന്നു. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഇപ്രകാരമുള്ള സമ്മർദ്ദം ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്തിനു മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലുള്ള സമ്മർദ്ദങ്ങളെ നേരിടാത്തതായിട്ട് ആരുമില്ല. എന്നെ ഇത് സേവിക്കുന്ന കൂട്ടത്തിൽ ഒരാളൊരിക്കലും എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയായിരുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ഈ ദുഃഖങ്ങൾ മാത്രമേ കണ്ട് വളർന്നിട്ടുള്ളൂ. 5 വയസ്സുള്ളപ്പോൾ ഞാനിത് കാണാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ 5ഉം 8ഉം 10ഉം ഒക്കെ വയസ്സുള്ള കുട്ടികളുടെ മാതാവാണ്. ഇപ്പോഴും ഞാൻ കാണുന്നത് ദുഃഖം തന്നെയാണ്. എൻ്റെ ദുഃഖവും അവരുടെ ദുഃഖവും. അപ്പം ഞാൻ അവരോട് പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ. എന്നിട്ടും നമ്മൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് കടന്നു പോകുന്നില്ലേ? ജീവിതത്തിൽ 5 വയസ്സിന് ശേഷം വളർന്ന് വലുതായി വിവാഹം കഴിച്ചു, മക്കളുണ്ടായി, ആ മക്കളും ഇപ്പോൾ ജീവിക്കുന്നു. ഇത് പറയാനൊരു ചെവിയെങ്കിലും നിങ്ങൾക്ക് കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു കാര്യമല്ലേ? മാറ്റങ്ങൾ ഒരുപക്ഷെ അവിടെ നിന്നായിരിക്കും, ആർക്കറിയാൻ സാധിക്കും. കാരണം ഈ അവസ്ഥകളെല്ലാം കടന്നു പോകും എന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കൊരു പിടിവള്ളി തരുന്നത് എപ്പോഴാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാം തീർന്നു എന്ന് കാണുന്ന സമയത്താണ് അത് വരികയുള്ളൂ. വേർ മൈ പവർ എൻഡ്സ് ദൈ പവർ സ്റ്റാർട്ട്സ്. ഞാൻ എൻ്റെ ശക്തിയിലും എൻ്റെ ബുദ്ധിയിലും എൻ്റെ ആലോചനയിലും എൻ്റെ തീരുമാനത്തിലും എന്നൊക്കെ വിചാരിച്ചിരുന്നിടത്തു നിന്നും അതെല്ലാം 0 ആയി എന്ന് വിചാരിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചു തുടങ്ങും. അപ്പോഴേ പ്രവർത്തിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, അതുവരെയും ദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു തിരിച്ചറിവ് വന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സർവശക്തനാണ്, ഓൾ പവർഫുൾ, ഓംനിപൊട്ടന്റ് എന്നൊക്കെ പറയാം. എല്ലാത്തിനുമുള്ള ശക്തിയുണ്ട്. എന്തിനേയും നിയന്ത്രിക്കാനും എന്തിനേയും അതിജീവിച്ച് കടത്തിക്കൊണ്ടു പോകാനും ഒക്കെയുള്ള ശക്തിയോടെ ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ആശ്രയിക്കണം. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആരൊക്കെ കൈവിട്ടാലും എന്തെല്ലാം സംഭവിച്ചാലും ദൈവം എന്നെ കൈവിടില്ല. കാരണം എൻ്റെ ദൈവം എന്നെ അറിയുന്നവനാണ്, എന്നെ സ്നേഹിക്കുന്നവനാണ്, എനിക്ക് വേണ്ടി കരുതുന്നവനാണ് എന്നുള്ളൊരു ചിന്ത അവിടെ വരും. ദൈവത്തിൽ വിശ്വസിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതും കടന്നു പോകും എന്നുള്ള ചിന്തയും, ഇത് കടന്നുപോയവരെ ഉള്ളത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത് എന്നുള്ള ചിന്തയും, അതുവരെ പിടിച്ചു നിൽക്കാൻ ആവശ്യമായിട്ടുള്ള ആന്തരിക ഊർജം എന്നിലുണ്ടായാലേ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനോ എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനോ മറ്റുള്ളവർക്ക് സാധിക്കുകയോ തിരിച്ചറിവുണ്ടാവണം. എന്നിൽ ആ ഊർജമില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഉയർത്താനും എന്നെ വളർത്താനും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല. അതുകൊണ്ട് ആ ആന്തരിക ഊർജം സമ്പാദിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം കടന്നു പോകും, നമുക്ക് ഇവയെല്ലാം അതിജീവിക്കണം. അവിടെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ വിജയം. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.